ഹൈന്ദവ സംസ്കാരത്തിന്റെ ഹൃദയഭൂമിയായ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഏതൊരു രാമഭക്തന്റെയും സ്വപ്നമായിരുന്നു. 6 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് ഭഗവാൻ ശ്രീരാമന്റെ ഭവ്യമന്ദിര നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് അയോധ്യയിൽ ഭൂമിപൂജ നടത്തിയത്. രാമമന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്നാണ് അയോധ്യയിൽ ഭൂമിദേവിയുടെ അനുഗ്രഹം തേടി ഭൂമിപൂജ നടത്തിയത്. ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തരുടെ ഹൃദയം കോരിത്തരിപ്പിച്ച ധന്യനിമിഷം, അധിനിവേശമില്ലാതാക്കിയ ഒരു ചരിത്രത്തിന്റെ വീണ്ടെടുപ്പ്. ഗംഗയും യമുനയും കാവേരിയുമടക്കം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പുണ്യനദികളിൽ നിന്നെത്തിച്ച ജലവും 2000 തീർത്ഥസ്നാനങ്ങളിൽ നിന്നുള്ള മണ്ണും എത്തിച്ചായിരുന്നു ഭൂമിപൂജ. വിവിധ ഹിന്ദു ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ജൈന ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ചാർധാമിന്റെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ഭൂമിപൂജയ്ക്കായി എത്തിച്ചു. 40 കിലോഗ്രാം ഭാരമുള്ള വെള്ളിക്കട്ടിയാണ് ശിലാസ്ഥാപനത്തിന് ഉപയോഗിച്ചത്. 2019 നവംബറിൽ രാമക്ഷേത്ര പുനർനിർമ്മാണത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധിക്ക് ശേഷം 9 മാസങ്ങൾക്കകമായിരുന്നു ഭൂമിപൂജ. കോവിഡ് മഹാമാരിയും അതിശക്തമായ പ്രളയവും അതിജീവിച്ച് ശരവേഗത്തിൽ ക്ഷേത്രനിർമ്മാണം പുരോഗമിച്ചു. ഒടുവിൽ 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാന സ്ഥാനത്ത് നിന്ന് ക്ഷേത്രത്തിൽ ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. ഇന്ന് ഭാരതത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് രാമക്ഷേത്രം സന്ദർശിക്കാനെത്തുന്നത്. മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭവ്യമന്ദിരം ഇന്ന് ഭാരതത്തിന്റെ സാംസ്കാരിക സ്വത്വബോധത്തിന്റെയും ആത്മീയ അനുഭൂതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം.